ചെറിയ കാര്യം പറയാൻ വേണ്ടിയിട്ട് ഒന്നുമില്ല. ഇപ്പോൾ എല്ലാവരും പർച്ചേസിങ്ങിൻ്റെ മൂന്നാമത്തെ പത്തിക്ക് ചാടാൻ പോവുകയാണ്. എല്ലാവരും പർച്ചേസിങ്ങിൻ്റെ തിരക്കിലേക്ക് പോവുകയാണ്. അപ്പോൾ ചെറിയ കാര്യം എന്താ വെച്ചാൽ, ഇപ്പോൾ പർച്ചേസ് ചെയ്തവരുണ്ടാവും, ചെയ്യാത്തവരുണ്ടാവും, ചെയ്യാനിരിക്കുന്നവരുണ്ടാവും. പക്ഷേ നമ്മളെ വ്യാപാരം നോക്കണം. കാരണം നമ്മൾ വാപ്പ ഒരു ഷർട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ പെരിയുള്ള പെണ്ണുങ്ങൾക്കും കുട്ടികൾക്കും വല്യപ്പാക്കും പിന്നെ ചാറക്കാൻ, അതായത് പെരുന്നാൾക്ക് ബിരിയാണിയൊക്കെയുള്ള ചോറും കൂട്ടാനൊക്കെയുള്ള സാധനം ഇറച്ചി വാങ്ങാനുള്ള പൈസ വരെ മാറ്റി വെച്ചിട്ടേ വാപ്പ ഒരു ഷർട്ട് എടുക്കുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് വെച്ചാൽ, ഇപ്പോൾ വെയിലും ഇതൊക്കെയാണ്, പണിയില്ലാത്ത വാപ്പാരും പണിയുള്ള വാപ്പാരൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാവും. പോലത്തൊന്നും പൈസയും കാര്യങ്ങളും മര്യാദക്ക് ഉണ്ടാവില്ല. അപ്പോൾ നമ്മളെ വാപ്പാരത് അല്ലെങ്കിൽ മാപ്പിളാരൊക്കെ സാമ്പത്തിക സ്ഥിതി എത്രയാണോ അതിനനുസരിച്ച് ചിലവാക്കിച്ചാൽ. കാരണം പല അവസ്ഥ ഇപ്പോൾ ഈ നോമ്പിന് വളരെ ദയനീയക്കാരും, പണിക്ക് പോകാത്ത ആൾക്കാരും അതിന് കുറേ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും. അതപ്പോൾ ഇനി നമ്മൾ പണിക്ക് പോകുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത്തവണ ഒന്ന് മാറ്റി പിടിച്ചിട്ട് നമ്മളെ വാപ്പാരെ അല്ലെങ്കിൽ നമ്മളെ ഭർത്താക്കന്മാർക്ക് ഒന്ന് പരിഗണിച്ച് ഇൻഷാ അല്ലാഹ് അങ്ങോട്ട് വല്ലതും വാങ്ങിക്കൊടുക്കാനുള്ള സെറ്റപ്പ് ചെയ്യാമെന്നതിന് വലിയൊരു ഉപകാരവും. എല്ലാവരും എന്ത് ഡ്രസ്സ് എടുക്കണം എന്താണെങ്കിലും നമ്മളെ വാപ്പാരെ എടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയുക എല്ലാം കഴിഞ്ഞിട്ട് ബാക്കി ഒരു 100 ഉറുപ്പിക ഉണ്ടെങ്കിൽ മാത്രമല്ല എന്തെങ്കിലുമൊക്കെ എടുക്കുള്ളൂ. ഇൻഷാ അല്ലാഹ് വല്ല പരിഗണിക്കുക, നമ്മളെ ഉള്ളതിനനുസരിച്ച് എന്താ വെച്ചാൽ ചെയ്യുക കേട്ടോ. അല്ലാതെ ആർഭാടമായിട്ട് അതുപോലെ അങ്ങനെ വാങ്ങിക്കണം, ബല് വാങ്ങിക്കണം, ഒരു 3 എണ്ണം വാങ്ങിക്കണം, മറ്റു 2 എണ്ണം വാങ്ങിയൊന്നും പറയാതെ നമ്മളെ വാപ്പാരെയും മാപ്പാരൊക്കെ എത്ര ആങ്ങളാരൊക്കെ സാമ്പത്തിക സ്ഥിതി എങ്ങനെയാണോ അതിനനുസരിച്ചുള്ള പർച്ചേസിങ് മാത്രം നടത്തുക. ഇൻഷാ അല്ലാഹ് ഈ കാര്യങ്ങൾ മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓക്കെ.